എന്തൊരു തെളിച്ചമായിരിക്കും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ട്. ആത്മാവിങ്ങനെ നിരന്തരം ചിറകടിച്ചിരുന്ന ഒരു ഹൃദയം, സ്വർഗത്തിൻ്റെ തെളിച്ചമുള്ള ദിവ്യരഹസ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിരുന്ന ഒരു ബ്രെയിൻ. ആലോചിച്ച് നോക്കിയ ഒരു തലച്ചോറ്. നമ്മുടെ ഉള്ളിലും നമ്മുടെ ഹൃദയത്തിലൊക്കെ തലച്ചോറിലൊക്കെ എന്തൊക്കെ ചിന്തകളാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരാളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവിനെ കുറിച്ചുള്ള ചിന്തകൾ, ആത്മാവ് സഭയെ നയിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ. ഇത് കൊതിപ്പിക്കുന്ന ജീവിതമാണ്. ഓരോ ക്രിസ്ത്യാനിയും കൊതിയോടുകൂടെ ആഗ്രഹിക്കേണ്ട ജീവിതമാണ്. പറഞ്ഞല്ലോ, ഒരുപാട് പ്രത്യേകതകളുണ്ട് വിശുദ്ധ ലൂക്കായെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ. ഒരു ഒലിവ് ട്രീ, ഒരു ഒലിവ് മരത്തിൽ നിന്ന് ഇങ്ങനെ തൂക്കി വലിച്ചെറിഞ്ഞ് കൊല്ലപ്പെട്ട, അതായത് കയറ് കെട്ടി താഴേക്ക് വലിച്ചെറിഞ്ഞ് ഈ മരത്തിൽ തൂങ്ങിക്കിടന്ന് മരിച്ചുപോയ ഒരാളാണ്. അത് ഗ്രീക്കിലൊക്കെ ചെന്നിട്ട് വലിയ വിശ്വാസത്തോടുകൂടെ തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ സുവിശേഷം പറയണതിൻ്റെ ഇടയ്ക്ക 84 വയസ്സുള്ള ഒരു മനുഷ്യനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർത്താവിനെ കുറിച്ചിട്ട്, ഒരു പേടിയില്ലാതെ. അത് അപ്പം തുടങ്ങിയതല്ല, ചെറുപ്പം മുതലേ ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞ നാൾ മുതലേ ആ കർത്താവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസ്ലീഹ അവസാനമൊക്കെ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ലൂക്ക മാത്രമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. അത് മതി. വേറൊരാളെ പറഞ്ഞു വിടാൻ പോലും പറയാൻ തോന്നിക്കാത്ത വിധത്തിൽ പൗലോസ്ലീഹയുടെ തീക്ഷ്ണതയോടൊപ്പം കിടപിടിക്കുന്ന ഒരു മനുഷ്യൻ. ദൈവം, എന്തൊരു തീക്ഷ്ണതയുള്ള, എന്തൊരു ഭംഗിയുള്ള ജീവിതമാണ്. പരിശുദ്ധ മാതാവിൻ്റെ ഈ ചിത്രം വരച്ച ഒരേ ഒരാൾ. അമ്മയോട് അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. പരിശുദ്ധ മാതാവിനോട് അത്ര സ്നേഹം പുലർത്തിയിരുന്ന, സ്വന്തം അമ്മയേക്കാൾ കൂടുതലായി സ്നേഹിച്ച് ഇങ്ങനെ കൂടെ നടന്നിരുന്ന വിശുദ്ധ ലൂക്ക. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് പോലെയുള്ള കുറച്ചധികം കാര്യങ്ങൾ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. എല്ലാം പോട്ടെ, നമ്മളിന്ന് ഈ സമയം ചിന്തിക്കുന്നത്, പറഞ്ഞില്ലേ, മറ്റെല്ലാ പ്രത്യേകതകളൊക്കെ മുകളിലായിട്ട് നമ്മളെ വെല്ലുവിളിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം ഇതാണ്: നീ ഒരു സുവിശേഷമായി മാറിയിട്ടുണ്ടോ? നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും ഇത്രയും കാലം കർത്താവ് തന്ന ജീവിതവും സുവിശേഷം എഴുതാനും പറയാനും സാക്ഷ്യപ്പെടുത്താനും ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.